ഇസ്രയേലിനെ പിടിവിടാതെ ഹൂത്തികൾ വീണ്ടും ഇസ്രയേലിൽ ആക്രമണം. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തലിന് ശേഷം രണ്ടാമത്തെ തവണയാണ് ഇസ്രയേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഹൂത്തികൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. തുടരെയുള്ള ആക്രമണം ഇസ്രയേലിനെ വല്ലാതെ പ്രശ്നത്തിൽ ആക്കിയിട്ടുണ്ട്. എന്നാൽ യമനിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ചതായിട്ട് ഇസ്രയേൽ സൈന്യവും പറയുന്നുണ്ട്. പിന്നാലെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു. എന്നാൽ മിസൈലുകൾ തടുത്തു എന്നാണ് ഇസ്രയേലിന്റെ വാദം. ഭീഷണി തടയാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഇസ്രയേൽ അറിയിച്ചു. ആക്രമണത്തെ തുടർന്ന് ഇസ്രയേലിലെ നിരവധി പ്രദേശങ്ങളിൽ സൈറണുകൾ മുഴങ്ങിയിട്ടുണ്ട്. ഹൂത്തികളുടെ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കിയത്. ഇറാന് സംഭവിച്ചത് എന്താണോ അതേ വിധിയാണ് യമനും ഉണ്ടാകുക എന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ചൊവ്വാഴ്ച നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂത്തികളും ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഒരു വിമാനത്താവളത്തിലെയും മറ്റ് തന്ത്രപ്രധാന ഇസ്രയേലി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് 4 ഓപ്പറേഷനുകൾ നടത്തിയെന്നാണ് ഹൂത്തിയിലെ സൈനിക വക്താവ് യഹിയ സാരി വ്യക്തമാക്കിയിരിക്കുന്നത്. ഗസയിലെ ഫലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇസ്രയേലിൽ ഹൂത്തികൾ നിരന്തരം ആക്രമണം നടത്താറുണ്ട്.